വഴിയരികിലും വീടുകളിലും ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന റിപ്പർ ഇപ്പോഴും ആരെന്ന് കണ്ടെത്താനാവാതെ പോലീസ്. കഴിഞ്ഞ ദിവസം പോലീസ് റിപ്പർ എന്ന് കരുതി അറസ്റ്റ് ചെയ്ത രവി എന്ന ആളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. രവി എന്ന ആളെ പോലീസ് റിപ്പർ എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളുടെ കുടുംബത്തിന് നേരെ ആക്രമണം വരെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ചോദ്യം പോലീസിന് നേരെയാണ് ഉയരുന്നത്. പോലീസ് നിരപരാധികളെ കുറ്റവാളികളാക്കി ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥ പ്രതികൾ എവിടെയെന്ന ചോദ്യം ഉയരുകയാണ്. പോലീസ് റിപ്പർ എന്ന് കരുതി അറസ്റ്റ് ചെയ്ത രവി എന്ന ആൾ വീടുകൾ കയറി ചെറുകിട കച്ചവടങ്ങൾ നടത്തുന്ന ഒരു സാധാരണക്കാരനാണ്. എൻ്റെ പേര് രവി. ഞാൻ ഈ സോപ്പ് വീടുകളിൽ കൂടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ജോലിയാണ്. ഒരു സോപ്പ് എടുക്കാവോ? വീട്ടിലുണ്ടാക്കുന്ന കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്ന നല്ല സോപ്പാണ്. വെളിച്ചെണ്ണ ശുദ്ധമായ സോപ്പാണ്. വേറെ തൊഴിലൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഈ സോപ്പ് കച്ചവടമായിട്ടില്ല. ഹലോ, അച്ഛൻ എവിടെയാ? എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. കഴിക്കണം എന്തെങ്കിലും. ഇന്ന് കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറവായിരുന്നു. ആൾക്കാർ ടി വിയിലൊക്കെ റിപ്പറായിട്ടല്ലേ എന്നെ കണ്ടത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല, എല്ലാം ശരിയായിക്കോളും. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാനിന്ന് ക്ലാസ്സിൽ പോയായിരുന്നു. അമ്മ എന്തിയേ? ഇവിടെ ഉണ്ട്, കുളിക്കുക. ആ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി അച്ഛാ. അച്ഛാ, ശരിക്കുള്ള റിപ്പറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഹിന്ദിക്കാരനാന്നാ കേട്ടെ. ഇന്നലെ അയാൾ ഒരാളെ തലക്കിടിച്ചു കൊന്നു. ബാക്കി 4 പേരെയും കൊന്നത് അയാൾ തന്നെയാന്നാ പറയുന്നത്. ന്യൂസിലുണ്ടായിരുന്നു. ഇനിയെങ്കിലും അച്ഛനെ ആളുകൾ സംശയത്തോടെ നോക്കുന്നത് നിൽക്കൂലോ. നന്നായി മോളെ, ഇനി എല്ലാം ശരിയായിക്കോളൂ. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി അച്ഛാ.